ഡോക്ടർ ഹാരിസ് ഹസൻ വിഷയത്തിൽ DME KB വിശ്വനാഥ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. റിപ്പോർട്ട് വ്യക്തമായിട്ട് എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ റിപ്പോർട്ടിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ ഞാൻ സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ തന്നെയാണ്. സൂപ്രണ്ടിനെയും പ്രിൻസിപ്പളിനെയും വിളിച്ചത് ഞാൻ തന്നെയാണ്. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ഫേസ് ചെയ്യുന്നത് ഒരുപാട് അവർക്കും തന്നെ ഒരു സ്ട്രെസ്സായിരുന്നു. അവർ ഒരു ക്ലിനീഷ്യൻസാണ്, അവർ ഡോക്ടേഴ്സാണ്, അവർ മീഡിയനൊക്കെ ആദ്യമായിട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും നിങ്ങൾ പറയണ്ട എന്ന് മാത്രം ഞാൻ പറയാൻ വേണ്ടി അവരെ രണ്ടുപേരും വിളിച്ചു. ഞാൻ തന്നെയാണ് വിളിച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയമൊന്നുമില്ല, അത് ഞാൻ തന്നെയാണ് വിളിച്ചത്, വേറെ ആരുമല്ല. ഒരിക്കലുമല്ല കുരുക്കാനല്ല ആ വാർത്താ സമ്മേളനം. അത് ഇന്ന് ഡോക്ടർ ഹാരിസ് ഇന്ന് രാവിലെ പറഞ്ഞല്ലോ. ഞാൻ ഹാരിസ് ഡോക്ടറെ പോയി കണ്ടിരുന്നു. ഹാരിസ് ഡോക്ടറിൻ്റെ അടുത്ത് സമാധാനമായിട്ടിരിക്കാനാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളിലൊന്നും ഹാരിസ് ഡോക്ടർ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാൻ തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടത്. അപ്പോൾ ഹാരിസ് ഡോക്ടറിന് കുരുക്കാനാണെങ്കിൽ ഞാൻ പോയി കാണത്തില്ല. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് അത് എടുക്കേണ്ടത്. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടോ എന്നുള്ള കാര്യം പിന്നെ നോക്കാം നമുക്ക്. അതിപ്പോൾ റിപ്പോർട്ട് ഞാൻ സമർപ്പിച്ച സ്ഥിതിക്ക് അതിലെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട്. എന്താണ് സർക്കാർ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു, ഹാരിസ് ഡോക്ടറിന് എഗെയിൻസ്റ്റ് ആയിട്ടല്ല സർക്കാരും നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ മൂവ് ചെയ്യുന്നത്. ഹാരിസ് ഡോക്ടറിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും പരിഗണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻസ് വേണ്ടതെന്ന് ഉള്ളതാണ് സർക്കാർ വ്യക്തമായിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അതായത് HDS കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനും ഉപകരണങ്ങളുടെ ക്ഷാമമില്ലാതെ നടപടിയെടുക്കാനും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് ഞാൻ കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറൊരു രീതിയിലും ഒരു ഡോക്ടർമാരെതിരെയും ഇതുപോലത്തെ കാര്യങ്ങളിൽ ഉപകരണങ്ങളുടെ ക്ഷാമം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരു ഇതിലോട്ടല്ല പോകുന്നത്. അങ്ങനെ ഒരു പ്രതികാര ബുദ്ധിയൊന്നും ഇല്ല, ഈ പറയുന്ന പോലെ ഒന്നും ഇല്ല. അതിൽ റിപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ, റിപ്പോർട്ടിലുള്ള ഉള്ളടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എനിക്കിപ്പോൾ പറയാൻ വെളിപ്പെടുത്താൻ താല്പര്യമില്ല. വിശദീകരണം അദ്ദേഹം തരട്ടെ. DME KB വിശ്വനാഥൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ അതിനകത്ത് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഈ സാധനം കാണാനില്ലാത്ത കാര്യവും അതവിടെ ഉണ്ട് എന്നുള്ള കാര്യവും ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ഇന്നലത്തെ വാർത്താ സമ്മേളനങ്ങൾ കൂടി കൈവള്ളിയതോടുകൂടി ഇനി ഏതെങ്കിലും തരത്തിൽ ഹാരിസിനെ സംശയനിഴലിൽ നിർത്താനുള്ള സംഗതികൾ വിലപ്പോവില്ല എന്ന് തിരിച്ചറിവാണെന്ന് തോന്നുന്നു. ആ തിരിച്ചറിവ് നല്ലതാണ്. ആ തിരിച്ചറിവ് കേരളത്തിൽ അത്തരം തിരിച്ചറിവ് നല്ലതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഹാരിസ് ഹസൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതവുമായി കാലം അത്രയും കറയില്ലാത്ത ഔദ്യോഗിക ജീവിതം മുന്നോട്ടേക്ക് പോകട്ടെ, പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കട്ടെ, അദ്ദേഹത്തെ ആരും ഇനി ഉപദ്രവിക്കാൻ കൈവെക്കാതിരിക്കട്ടെ.